അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയും വിവാഹം ശരിയാകുന്നതിന് വേണ്ടിയും ഖുർആനിലെ ഒരു സൂറത്താണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ സൂറത്ത് പതിവായി ഓതി ദുആ ചെയ്താൽ നമ്മുടെ മക്കളുടെ വിവാഹം പെട്ടെന്ന് നടക്കുവാനും മുടങ്ങുന്ന വിവാഹം പെട്ടെന്ന് നടക്കുവാനും എല്ലാത്തിനും ഒരു ശക്തിയുള്ള സൂറത്താണ്. ഒരുപാട് മാതാപിതാക്കളുടെ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് മക്കളുടെ വിവാഹം അതിൻ്റേതായ രീതിയിൽ നടക്കാതിരിക്കുന്നത്. ആ വിവാഹം ഒരു മുടക്കവും കൂടാതെ നടക്കുവാനും വേണ്ടിയ ഈ സൂറത്ത് പതിവായി ഓതി നോക്കൂ. ഖുർആനിലെ ആ സൂറത്താണ് 20-ാമത്തെ സൂറത്താണ് സൂറത്തുൽ തോഹ. ഈ സൂറത്ത് മക്കയിൽ ഇറങ്ങിയതാണ്. പ്രധാനമായും നബി മൂസാ നബി അലൈഹിസ്സലാമയുടെ കഥയും അള്ളാഹുവിൻ്റെ മഹത്വവും ഖുർആനിൻ്റെ മാർഗദർശനവും ഇതിൽ ഉൾപ്പെടുത്തുന്നു. സൂറത്ത് തോഹയുടെ അർത്ഥം തന്നെ നമുക്ക് ദുരിതം വരാൻ വേണ്ടിയല്ല ഞങ്ങൾ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്, ഭയപ്പെടുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. സൂറത്ത് തോഹയുടെ ഉദ്ദേശം ഈ സൂറത്ത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഓതി അല്ലാഹു തആലയോട് ദുആ ചെയ്ത അല്ലാഹു തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. ഒരു നിശ്ചിത ദിവസം നിയ്യത്താക്കി വെച്ച് എല്ലാവരും സൂറത്ത് തോഹ ഓതി നോക്കൂ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും. ഈ സൂറത്തിൻ്റെ പ്രധാന സന്ദേശങ്ങൾ തന്നെ ഖുർആൻ മനുഷ്യർക്ക് കഷ്ടം നൽകാൻ അല്ല, മാർഗനിർദ്ദേശത്തിനാണ്. നബി മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിത കഥയിൽ നിന്നുള്ള പാഠങ്ങളാണ്. ഫിർഔന്റെ അഹങ്കാരവും അതിൻ്റെ ശിക്ഷയും, അല്ലാഹുൽ വിശ്വാസം വയ്ക്കുന്നവർക്ക് സഹായം, നമസ്കാരത്തിൻ്റെ പ്രധാനമെല്ലാം ഈ സൂറത്തിൻ്റെ സന്ദേശങ്ങളാണ്. ഈ സൂറത്ത് ഓതുന്നതിലൂടെ മനസ്സിന് സമാധാനം ലഭിക്കുകയും പ്രയാസങ്ങളിൽ അല്ലാഹുവിൻ്റെ സഹായം പ്രതീക്ഷിക്കാൻ ധൈര്യം കിട്ടുകയും ഈമാൻ ശക്തമാവുകയും ചെയ്യും. നമ്മുടെ വിവാഹങ്ങൾ വൈകുന്നുണ്ടോ? എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയാകുന്നില്ലേ? വിവാഹം എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിവാഹം നടക്കുന്നുണ്ടോ അല്ലേ? അപ്പോൾ ഈ സൂറത്ത് ഓതി നോക്കൂ. സൂറത്ത് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നതെന്നറിയാം. അല്ലാഹുൽ പൂർണ്ണമായി വിശ്വാസം വച്ച എത്ര വലിയ പ്രയാസം വന്നാലും അത് എളുപ്പമാക്കുന്നതിനാണ് അല്ലാഹു. വിവാഹം ഒരു വലിയ നന്മയാണ്. അതിന് ശരിയായ സമയം അല്ലാഹു തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ നമുക്ക് ചെയ്യേണ്ടത് ദുആയും വിശ്വാസവും സഹനവുമാണ്. ഈ സൂറത്ത് ഓതിയതിനു ശേഷം അല്ലാഹുവിലേക്ക് ഹൃദയം തുറന്ന് പറയൂ, യാ അല്ലാഹ്, എൻ്റെ കാര്യം എളുപ്പമാക്കണമേ എന്ന് ദുആ ചെയ്യൂ. ഒന്ന് ഓർക്കണം, വിശ്വാസത്തോടെ ചെയ്യുന്ന അമൽ ഒരിക്കലും നഷ്ടമാവുകയില്ല. വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. വിവാഹം ശരിയാവാൻ വേണ്ടി ആദ്യം ദുആ ചെയ്യുക. സ്വലാത്ത് നിർബന്ധമായും ചൊല്ലുക. സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നല്ല നിയ്യത്തോടു കൂടി ദുആ ചെയ്യുക. ഖുർആൻ ഓതുന്നത് തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധമാകും, ആന്തരിക സമാധാനം ലഭിക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായി നമ്മുടെ മുഖത്ത് പ്രകാശമുണ്ടാകും. അതിനുശേഷം നല്ല രീതിയിൽ ദുആ ചെയ്യുക. യാ അല്ലാഹ്, നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ നൽകണമേ, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കണമേ. ഓർക്കുക, അല്ലാഹു വൈകിപ്പിക്കാം, പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ സൂറത്ത് സ്ഥിരമായി ചെയ്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കി തരട്ടെ. ആമീൻ. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ, എനിക്കറിയാത്തതായി നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയാം, പക്ഷേ എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ്.